LDF സർക്കാരിന്റെ കേരള മോഡൽ എന്നത് കടത്തിൽ മുങ്ങുന്ന മോഡലാണെന്ന് ശശി തരൂർ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളത്ത് എത്തിയ തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് UDFന്റെ ഡീൽ എന്നും അദ്ദേഹം പറഞ്ഞു. LDF സർക്കാരിന്റെ കേരള മോഡൽ എന്നത് കടത്തിൽ മുങ്ങുന്ന മോഡലാണെന്ന് ശശി തരൂർ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കായംകുളത്ത് എത്തിയ ശശി തരൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. 10 വർഷക്കാലം അവർ ചെയ്ത കുഴപ്പങ്ങളും അവരുടെ കുറവുകളും എല്ലാവരും ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. അവർ എത്ര PR അടിച്ചാലും മോഹൻലാലിന് വേണ്ടി 11.5 ലക്ഷം നമ്മളുടെ ടാക്സ് പെയറിന് കാശ് ചെലവാക്കിയിട്ട് പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്തിട്ടും കൂടി അവർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തിനെ ഒടുക്കാൻ സാധിക്കില്ല. വിലക്കയറ്റം എല്ലാവർക്കും ഉണ്ടായ ബുദ്ധിമുട്ടാണ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. നമ്മൾ ഓരോരോ കേസ് അവർ അഴിമതി, അവരുടെ കഴിവില്ലായ എല്ലാം കണ്ട ശേഷം അവർക്ക് ഏത് വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ വീണ്ടും 10 വർഷം നശിപ്പിച്ചത് പോരാ ഇനിയും 5 വർഷം കൂടി നശിപ്പിക്കണമെന്ന് പറയാനുള്ള ധൈര്യം കിട്ടുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് ആരും സമ്മതിക്കുന്നു. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ലെഫ്റ്റിൻ്റെ ആഗ്രഹമാണ് അവരുടെ ഭരണം തുടരുന്നത്. BJPയുടെ ആഗ്രഹമാണ് കോൺഗ്രസ് തോൽക്കണമെന്ന്. അപ്പോൾ അഥവാ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അത് 2 പേര് കൂടുതൽ മാത്രമേ ഉണ്ടാവാൻ സാധിക്കുള്ളൂ. ലെഫ്റ്റിൻ്റെ ആഗ്രഹം എന്താണ്? അവരുടെ എതിരുള്ള ആൻറ്റി ഇൻകംബൻസി വോട്ട് അതിനെ 2ആക്കി മാറ്റിയാൽ അവർ തോൽക്കില്ല. അതുകൊണ്ട് BJP എത്രത്തോളം കോൺഗ്രസ് വോട്ട് പിടിച്ചെടുത്താലും അത് LDFനെ ഗുണം ചെയ്യണമെന്ന് അവർക്കറിയാം. അതാണ് ഡീല്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമാണ്, അവർ എന്ത് ഡീല് വേണമെങ്കിലും ചെയ്തോട്ടെ, UDFന്റെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കാനാണ്. ഞങ്ങൾ പറയുന്നു, ജനങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കൂ, ഞങ്ങൾ ജയിച്ചാൽ നിങ്ങളാണ് നയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലിജുവിനെ പോലെ ആൾ നിയമസഭയിൽ ശബ്ദം കേൾപ്പിക്കും. അതിൻ്റെ ഒപ്പം പുതിയ ഒരു സങ്കല്പം കൊണ്ടുവന്നിട്ട് കേരളത്തിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങാൻ പോകുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അതോടെ അവർ എന്ത് ഡീൽ വേണമെങ്കിലും ചെയ്തോട്ടെ. ജനങ്ങൾക്കറിയാം BJPക്ക് വോട്ട് കൊടുക്കുന്നത് വെറും ഒരു വേസ്റ്റാണ്. കാരണം BJPക്ക് 0 സീറ്റുള്ള ഒരു പാർട്ടിയാണ്. ആ 0 സീറ്റിനെ 1, 2, 3 ആക്കി ആർക്കാ ഗുണം ചെയ്യാൻ പോകുന്നത്? സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, LDFും UDFന്റെയും ഇടയിലാണ് ഈ മത്സരം. അതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. അപ്പം നിങ്ങൾക്ക് LDFനെ മാറ്റണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ, അത് ഭൂരിപക്ഷം മലയാളികൾക്ക് അതാണ് ആഗ്രഹം, ആ വോട്ട് UDFന് കൊടുത്താൽ മാത്രമേ അതിന് ഗുണം നിങ്ങൾ കാണുള്ളൂ. കഴിഞ്ഞ 10 വർഷം കേരളത്തെ പിന്നോട്ടടിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തത്. പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്ക് ആവശ്യാനുസരണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പുതിയ വ്യവസായ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിലും സർക്കാർ പരാജയമാണ്. ഭരണപരാജയം മറക്കാൻ സർക്കാർ എത്ര PR ചെയ്താലും ജനങ്ങൾ അനുഭവിക്കുന്ന ദൈനംദിന ജീവിത പ്രതിസന്ധികൾ മറച്ചുവെക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിന്റെ ഡീൽ BJPയുമായിട്ടാണ്. എന്നാൽ UDF ഡീൽ ചെയ്യുന്നത് ജനങ്ങളോട്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് UDFന്റെ ഡീൽ. കേരളത്തിന്റെ മനസ്സറിഞ്ഞുള്ള വികസനമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. UDFും LDFും തമ്മിലാണ് ഇവിടെ മത്സരം. BJPക്ക് വോട്ട് നൽകുന്നത് ഗുണം ചെയ്യില്ല എന്നും ശശി തരൂർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.